ഖുർആൻ നമുക്ക് തരുമെന്ന് പറഞ്ഞിട്ടുള്ള, അള്ളാഹ് തരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഗിഫ്റ്റ് ഉണ്ട്. 12 സ്ഥലങ്ങൾ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമാണത്. ഇനി നമ്മൾ ആലോചിക്കണം, നമ്മൾ ആ പദവിയിലുണ്ടോ എന്ന്. എന്താ അള്ളാഹ് പറയുന്നത്? വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നമ്മളെ കുറിച്ച് പറഞ്ഞതാ, ഈമാൻ അനുഭവിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞതാ. അവർക്ക് 2 കാര്യങ്ങൾ ഉണ്ടാവില്ല എന്ന്. ഒന്നാമതായി പറഞ്ഞു വലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടി ഉണ്ടാവില്ല. അല്ലാഹ് എന്നുള്ളൊരു പേടി ഉണ്ടാകുന്നതോടുകൂടി പിന്നെ ഒരു പേടി ഉണ്ടാവില്ല. അല്ലാഹ് എന്നൊരു പേടി ഉള്ളിലേക്ക് കിടക്കുന്നതോടുകൂടി പിന്നെ ഒരു പേടി ഉണ്ടാവില്ല. അതാണത്. ആശങ്കകൾ ഉണ്ടാവില്ല. രണ്ടാമതായി പറഞ്ഞതാ വലാഹും യഹ്സനൂൻ, അവർക്ക് സങ്കടങ്ങൾ ഉണ്ടാവില്ല. അവർ കരയുന്നുണ്ടാകും, കണ്ണ് നിറയുന്നുണ്ടാകും, പക്ഷെ കൽബ് ഇടയൂല, കൽബ് പെടയൂല. അതാണ് വലാഹും യഹ്സനൂൻ. ദുഃഖങ്ങളോ പേടിയോ ഉണ്ടാവില്ല. പേടി വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും ദുഃഖം കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചോ അത് രണ്ടും ഉണ്ടാവില്ല. ശാന്തമായ മനസ്സായിരിക്കും. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ശാന്തമായൊരു മനസ്സിൻ്റെ അവസ്ഥയാണ് ഈമാൻ കൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ട ഏറ്റവും വലിയ സമ്മാനം. അത് വല്ലാത്തൊരവസ്ഥയാണ്. നമ്മുടെ ജീവിത കാഴ്ചകൾ മുഴുവനും ഹൃദയശാന്തിയോടുകൂടി നമുക്ക് അനുഭവിക്കാൻ കഴിയും. അങ്ങനെയുള്ളവരിൽ ഉൾപ്പെടുക എന്നുള്ളത് ഒരു സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ പ്രാർത്ഥന. ഇവിടെ നമുക്ക് പലതും നഷ്ടപ്പെടുന്നുണ്ടാവും, പക്ഷേ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുകയും തിരിച്ചു കിട്ടിയതൊന്നും പിന്നെ ഒരിക്കലും നഷ്ടപ്പെടാത്തതുമായൊരു ലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണത്. അല്ലാഹ് എന്നുള്ളൊരു അനുഭവം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു ശാന്തിയാണത്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും. അല്ലാഹ് എന്നുള്ളൊരു പേര് കേട്ടാൽ ഖൽബ് പെടയുന്ന ചില ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം ആലോചിച്ച് നോക്കും നമ്മൾ. എന്താണ് ആ അനുഭവം? അല്ലാഹ് എന്ന് പറഞ്ഞു കേട്ടാൽ അവരുടെ ഖൽബ് പെടയുന്നു. എൻ്റെ ഒരു ജ്യേഷ്ഠൻ 27ാമത്തെ വയസ്സിലാണ് മരിച്ചുപോയത്. ഇതിൽ പല ആളുകളുടെയും സുഹൃത്താണ്. അസ്ലം എന്നായിരുന്നു അവൻ്റെ പേര്. 2006 അവൻ മരിച്ചത്. അവൻ്റെ പേരാണ് എൻ്റെ കുഞ്ഞിനിട്ടിട്ടുള്ളത്, അസ്ലം. പക്ഷെ ആ പേര് ഞങ്ങളുടെ വീട്ടിൽ ആരും അവനെ വിളിക്കാറില്ല. കാരണം ആ പേര് ഉയർന്നു കേട്ടാൽ ഉമ്മ കരയും, ആ പേര് ഉയർന്നു കേട്ടാൽ ഉപ്പൻ്റെ കണ്ണ് നിറയും. അതുകൊണ്ട് ആരും അവനെ വിളിക്കില്ല. ഒരാളുടെ പേര് കേൾക്കുമ്പോഴേക്ക്, വർഷങ്ങളുടെ മുന്നിൽ നമ്മളിൽ നിന്ന് വിട്ടുപോയ ഒരാളുടെ പേര് കേൾക്കുമ്പോഴേക്ക് മനസ്സിലൊരു പെടച്ചിലുണ്ടാകുന്ന അനുഭവം ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഒക്കെ ജീവിതത്തിലുണ്ടാവും ഇങ്ങനെ. അങ്ങനെയാണെങ്കിൽ ഒരു പേര് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ കണ്ണ് നിറയുകയും ഹൃദയം വിചാരങ്ങൾ കൊണ്ട് നിറയുകയും ചെയ്യുന്നൊരവസ്ഥ, അത് അല്ലാഹ് എന്നുള്ളൊരു പേര് കേൾക്കുമ്പോഴാണ് എന്ന്. അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. വല്ലാത്തൊരു ഭാഗ്യമാണത്. അതുള്ളവരിവിടെ ഉണ്ടാവാം, അവരനുഭവിക്കുന്നൊരു ശാന്തതയുണ്ട്. അവരൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം അത്രയും അല്ലാഹ് ഉള്ളിൽ നിറയുമ്പോഴേ അത് സംഭവിക്കുകയുള്ളൂ. ഒരാൾ നമ്മുടെ മനസ്സിൽ നിറയുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അല്ലാഹ് അത്രയും മനസ്സിലാണ് നിറയുമ്പോൾ അള്ളാഹിനെ കുറിച്ച് പറയപ്പെട്ടാൽ കണ്ണണ് നിറയും. കാരണം എന്താ നിറച്ചിലിൻ്റെ കാരണം? അങ്ങനെ നിറയാനുള്ള കാരണം എന്താണ്? ആ അള്ളാഹുവിൽ നിന്ന് ഞാൻ അകന്നു പോയല്ലോ എന്നുള്ള സങ്കടമാണത്. വേറൊന്നുമല്ല. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ആ അള്ളാഹുവിൽ നിന്ന് നമ്മൾ അകലാണ്. പിന്നെയും ചെയ്യുമ്പോഴോ പിന്നെയും അകലും, പിന്നെയും ചെയ്യുമ്പോഴോ പിന്നെയും അകലും. നമ്മളങ്ങനെ അകലും. അള്ളാഹു അകലുന്നുണ്ടോ? അള്ളാഹ് അകലുന്നില്ല. നമ്മൾ തിരിച്ചു വരുന്നത് കാത്തിരിക്കണം. സ്നേഹസമ്പന്നനായ രക്ഷിതാവ്, കരുണാവാനായ നാഥൻ, ആ ഒരു അനുഭവം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ഈമാൻ. ആ ഈമാനിൻ്റെ ഒരു മാധുര്യത്തിലേക്ക് നമുക്കെത്താൻ കഴിയണം. ഒന്നും ഒരു പ്രശ്നമാവില്ല. മുന്നൊരുക്കങ്ങളോടുകൂടി നമ്മൾ ജീവിക്കും. എല്ലാത്തിനും വേണ്ടി നമ്മൾ ഒരുങ്ങുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ വരാനിരിക്കുന്ന സന്ദർഭങ്ങളോട് ഏറ്റുമുട്ടാനുള്ള ഒരു പാകപ്പെടൽ നമ്മുടെ മനസ്സിന് കൈവരും. ഇതൊന്നും ആവശ്യപ്പെടുന്നതാ ഈമാനിൻ്റെ ഒരവസ്ഥ. പരലോകം എന്നത് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. പരലോകം എന്നൊരു സംഗതി നമ്മൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. സ്വർഗം എന്നൊരു സംഗതി നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങണ്ടേ? നരകത്തിൽ
ഞാനും നിങ്ങളും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടണം. നരകത്തെക്കുറിച്ച് പറയുന്നതിലേറെ ഖുർആൻ സ്വർഗത്തെക്കുറിച്ച് പറയുന്നതിലേറെ നരകത്തെക്കുറിച്ചാണ് പറഞ്ഞുള്ളത്. കാരണം എന്താണ്? സ്വർഗം നമുക്കൊക്കെ താങ്ങാൻ കഴിയും അല്ലേ? പക്ഷെ നരകം നമുക്ക് താങ്ങാൻ കഴിയൂല. നരകം നമുക്ക് താങ്ങാൻ കഴിയൂല എന്ന് നരകത്തെയും നമ്മളെയും പടച്ച അല്ലാഹ്ക്കറിയാം. ആ നരകത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞില്ലേ? ജീവിക്കാൻ കഴിയൂല എന്നുള്ളത് നമ്മുടെ പോരായ്മയാണ്. മരിപ്പിക്കൂല എന്നുള്ള അള്ളാഹിൻ്റെ തീരുമാനമാണ്. ജീവിതവും മരണവുമില്ല. എന്തായിരിക്കും അവസ്ഥ? രക്ഷപ്പെടണ്ടേ? വരാനിരിക്കുന്നൊരു വലിയ പ്രതിസന്ധിയല്ലേ അത്? ആ പ്രതിസന്ധിയുടെ മുന്നിൽ എല്ലാ പ്രതിസന്ധികളും നിസ്സാരമാണ്. അവിടേക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിൻ്റെ കാര്യത്തിൽ എത്ര ജാഗരൂകമാകുന്നുണ്ടോ നമ്മൾ, നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരും. ഇത് അള്ളാഹിൻ്റെ വാഗ്ദാനാണ്. അള്ളാഹിനെ സൂക്ഷിക്കുന്ന ഒരാൾക്ക് അള്ളാഹ് ഒരു പോംവഴി കാണിച്ചു കൊടുക്കും. മഖ്റജ്, എക്സിറ്റ്, അതാ ഒരു മഖ്റജ്. നമ്മൾ വിചാരിക്കാത്ത വിധത്തിലുള്ളൊരു വഴിയാണ് തുറന്നു കിട്ടും. ഈ സൂറത്തു ത്വലാഖില് 2-ാമത്തെ വചനത്തിൻ്റെ അവസാന വരി അതാണ് നമ്മുടെ ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചത്. വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു. ഇബ്രാഹിം അദ്ദഹബി എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധനായൊരു താബഈ പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ഹജ്ജിന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മക്കൾ ചോദിക്കുന്നുണ്ട്, ഉപ്പ നിങ്ങൾ പോയാൽ ഞങ്ങൾ പട്ടിണിയാവൂലേ? അപ്പോൾ ആ കുട്ടികളുടെ കൂട്ടത്തിൽ മൂത്ത ഒരു കുട്ടി പെൺകുട്ടിയാണ്. അവൾ പറഞ്ഞു, എങ്ങനെ പട്ടിണിയാവുക? ഉപ്പാനെ നമ്മളെയൊക്കെ പോറ്റുന്നത് വേറൊരാളല്ലേ, അവരൊരു വഴി കാണിച്ചു തരും എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഹജ്ജിന് പോയി, കുട്ടികൾ പട്ടിണിയായി. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ആകെ ബേജാറായി. പഠിച്ചോലെ, ഞാൻ അങ്ങനെ പറയുകയും ചെയ്തു, എൻ്റെ ഈ അനുജത്തികൾ പട്ടിണിയാവുമല്ലോ എന്ന് പേടിച്ചിട്ട് അള്ളാഹിനോട് കരയാണ്, അള്ളാഹു ഒരു വഴി കാണിച്ചു തരണേ. ഉപ്പ പോകുന്ന സമയത്ത് അനുജത്തിമാരെയും അനുജന്മാരെയും ഈ പെൺകുട്ടി ഓർമ്മിപ്പിച്ച വചനമാണ് ആ വചനം. വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജ. അള്ളാഹു വഴി കാണിച്ചു തരും സൂക്ഷിക്കുന്നവർക്ക്. അള്ളാഹു ഒരു വഴി കാണിച്ചു തരുന്ന മാത്രമല്ല, ജീവിത വിഭവങ്ങൾ എത്തിച്ചേരുന്ന, റിസ്ക് തരുന്ന. അതാണ് വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് എന്ന് പറഞ്ഞാൽ. ഈ പെൺകുട്ടി കണ്ണീരണിഞ്ഞുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഒരു യാത്രാ സംഘം വന്നു. അവർ ഈ കുട്ടികളോട് വെള്ളം ചോദിച്ചു. ആ കുട്ടികൾ വെള്ളം എടുത്തു കൊടുത്തു, നല്ല രുചികരമായ വെള്ളം. ഈ വെള്ളം കുടിച്ചിട്ട് ആ യാത്രാ സംഘം ചോദിച്ചു, ഇതാരുടെ വീടാണ്? ഉപ്പയുടെ പേര് പറഞ്ഞപ്പോൾ അവർക്കറിയാം, വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ വീടാണോ ഈ ചെറിയ വീട്? എവിടെ പോയി ഉപ്പ ഹജ്ജിന് പോയതാണ്. ഈ കുട്ടികളുടെ എല്ലാം മുഖം വാടി നിൽക്കുന്നു. സങ്കടം മനസ്സിലാക്കിയ ആ യാത്രാ സംഘത്തിലെ ഒരാൾ അയാളുടെ കീശയിൽ നിന്ന് കുറച്ച് പണം എടുത്തിട്ട് ആ മക്കൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ഇങ്ങനെ ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന്. അവിടെയുള്ളവരെല്ലാം അങ്ങനെ ചെയ്തു എന്ന്. ഒരു അസാധാരണത്വമില്ലാത്തൊരു കഥയാണിത്. ഒരസാധാരണത്വമല്ല, സ്വാഭാവികമായൊരു കഥയാണ്. വഴികൾ തുറന്നു തരുമല്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴി കാണിച്ചു തരും. ഇതിലേറെ നല്ല വഴികൾ അല്ലാഹു തുറന്നു തരും. ഇതിലേറെ വലിയ തുറസായ വഴികൾ അല്ലാഹു നമ്മുടെ മുന്നിൽ കാണിച്ചു തരും. അപ്പം നമുക്ക് മനസ്സിലാവും അള്ളാഹിൻ്റെ റഹ്മത്ത്. ഈ വചനത്തിൻ്റെ സാരം മനസ്സിലാവും. എന്ത് വേണം? കറക്കളഞ്ഞ ഈമാൻ, സ്വകാര്യവും പരസ്യവുമായ ജീവിത വഴികളെ മുഴുവനും ശുദ്ധീകരിക്കുന്ന ദൃഢമായ അതിശക്തമായ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയ ഈമാനിൻ്റെ കരുത്ത്, ദൈവബോധത്തിൻ്റെ ശക്തി, അല്ലാഹ് എന്നൊരു വിചാരം കൊണ്ട് അനുഭവിക്കുന്ന മനഃശാന്തി. മനസ്സാണ് ചികിത്സിപ്പിക്കപ്പെടേണ്ടത്. ഖുർആൻ 13 സ്ഥലങ്ങളിലാണ് മറള് എന്നുപയോഗിച്ച് രോഗം. ആ 13 സ്ഥലങ്ങളിലും ഖുർആൻ ഉപയോഗിച്ചത് എന്താ? കയ്യിൻ്റെ രോഗമല്ല, കണ്ണിൻ്റെ രോഗമല്ല, ഖൽബിൻ്റെ രോഗമാണ്. കാലാകാലങ്ങളിലുമുള്ള മനുഷ്യരെ പിടികൂടുന്ന, മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത, ടോണിക്ക് കൊണ്ട് മാറാത്ത, വൈദ്യം കൊണ്ട് മാറാത്തൊരു രോഗമുണ്ട് മനുഷ്യന്. അത് ഖൽബിൻ്റെ രോഗമാണ്. ഫീ ഖുലൂബിഹിം മറള്. ഒരു സ്ഥലത്ത് പറഞ്ഞു ഫസാദഹുമുല്ലാഹു മറളാ. എന്താണ് ഖൽബിൻ്റെ രോഗം? മനസ്സിൻ്റെ അസുഖങ്ങളാണത്. രോഗങ്ങളായി നമുക്ക് ചില കാര്യങ്ങൾ തോന്നുന്നത് പോലും ഈ മനസ്സിൻ്റെ രോഗമാണ്. ഇന്ന് സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയുന്ന ഒരു വൈദ്യ വിഭാവനയുണ്ട്. സൈക്കോസൊമാറ്റിക് ഡിസീസസ്,
മനോശാരീരിക രോഗങ്ങൾ. മനോശാരീരിക രോഗങ്ങൾ ശരീരത്തിനാണെന്ന് തോന്നും, യഥാർത്ഥത്തിൽ അത് മനസ്സിനാണ്. എവിടെ പോയിട്ടും മാറുന്നില്ല, ഒരു വൈദ്യന്മാർക്കും മനസ്സിലാവുന്നില്ല, എന്താണെന്നറിയില്ല എന്ന്. സൈക്കോസൊമാറ്റിക്കാണ്. വൈദ്യശാസ്ത്രത്തിലൊരു ഭാഗമുണ്ട്, പ്ലേസിബോ എഫക്റ്റ് എന്നാണ് അതിന് പറയാം. എന്ന് പറഞ്ഞാൽ ഒരാളുടെ അസുഖം ഡോക്ടർക്ക് മനസ്സിലാകും അത് ശരീരത്തിൻ്റെതല്ല മനസ്സിനാണെന്ന്. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഗുളി കൊടുക്കും, വല്ല പാരസെറ്റമോളാണ് കൊടുക്കുക. എന്നിട്ട് പറയും ലോകത്ത് നിങ്ങളുടെ ഈ അസുഖത്തിന് കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും നല്ല മരുന്നാണെന്ന്. അയാളത് കുടിക്കും, അസുഖം മാറും. അതാണ് പ്ലേസിബോ എഫക്റ്റ് എന്ന് പറയുന്നത്. കാരണം അയാളുടെ രോഗം ശരീരത്തിനല്ല മനസ്സിനാണ്. ഇനി ഖുർആനിൻ്റെ ആ വചനം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫീ ഖുലൂബിഹിം മറദ്, ഫീ ഖുലൂബിഹിം മറദ്, ഹൃദയത്തിലാണ് അസുഖം എന്ന്. ഓ എൻട്രി എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധനായൊരു നോവലിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ദി ലാസ്റ്റ് ലീഫ് എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ആ കഥയിൽ ന്യൂമോണിയ ബാധിച്ച് കിടക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ, ഗുരുതരമായ അസുഖമാണ്, പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു മരത്തിൽ നിന്ന് കുറേ ഇലകൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട്, 4-5 ഇലകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അവൾ ആലോചിക്കുകയാണ്, ആ അവസാനത്തെ ഇല കൂടി കൊഴിയുന്നതോടുകൂടി ഞാൻ മരിച്ചു പോകുന്നു. 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും 4-ാമത്തെ ഇലകൾ കൊഴിഞ്ഞു, 5-ാമത്തെ ഇലയാണ് ഇനി നാളെ കൊഴിയാനുള്ളത്. അവൾ തീരുമാനിച്ചു, ഇന്ന് രാത്രി ഞാൻ ഉറങ്ങുന്നത് മരണത്തിലേക്കുള്ള ഉറക്കമായിരിക്കുന്നു. പ്രതീക്ഷ നഷ്ടപ്പെടാൻ അവൾക്ക്. അങ്ങനെ അനുജത്തിയെ വിളിച്ചിട്ട് അവളെല്ലാം പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവളുടെ സ്വപ്നങ്ങളോ കാര്യങ്ങളോ ആഗ്രഹങ്ങളൊക്കെ അവളോട് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി അവൾ ഉറക്കത്തിലേക്ക് കിടക്കുകയാണ്. അവൾക്കറിയാം പിറ്റേന്ന് രാവിലെ അവൾ ഉണരൂലെന്ന്. പക്ഷെ പിറ്റേന്ന് രാവിലെ അവൾ ഉണർന്നു. ഉണർന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ആ ഇല കൊഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഉണങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, പച്ച ഇലയായി അവിടെ കിടക്കുന്നത്. അവൾക്ക് വല്ലാത്തൊരു പ്രതീക്ഷയായി. ആ ഇല ഉണങ്ങണം, പിന്നെ അടരണം, അത്രയും കാലം എനിക്ക് ജീവിക്കാലോ എന്ന്. അങ്ങനെ വല്ലാത്തൊരു പ്രതീക്ഷയായി. പക്ഷെ 2 ദിവസം കഴിഞ്ഞിട്ടും 3 ദിവസം കഴിഞ്ഞിട്ടും അത് ഉണങ്ങുന്നില്ല. കുറേ ദിവസം കഴിഞ്ഞിട്ട് ഉണങ്ങുന്നില്ല. പുതിയ ഇലകൾ വന്നു, വസന്തം വന്നു, ആ മരത്തിൽ നിറയെ ഇലകളായി, പൂക്കളായി, മനോഹരിയായ ഒരു മരമായി അത് മാറി. ആ കുട്ടി പിന്നെയും ഇങ്ങനെ ജീവിച്ചു എന്നാണ് ഹെൻറി കഥയിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ആ കുട്ടിയുടെ അനുജത്തി കുട്ടി അവരുടെ വീടിനടുത്തുള്ള ഒരു ആർട്ടിസ്റ്റിനോട്, ചിത്രകാരനോട് ഇതെല്ലാം ചെന്ന് പറയാറുണ്ട്, ജ്യേഷ്ഠത്തിയെക്കുറിച്ച്. ആ ചിത്രകാരൻ ആ മരത്തിൽ കയറിയിട്ട് ഒരു ഇല അവിടെ വരച്ചിട്ടതാണ്. ആ വരച്ചിട്ട ഇലയെ യഥാർത്ഥ ഇലയായി കുട്ടി തെറ്റിദ്ധരിച്ചു. മാത്രമല്ല, ആ ഇല വരക്കാൻ വേണ്ടി കയറിയ രാത്രി മഞ്ഞുകൊണ്ട് ന്യൂമോണിയ ബാധിച്ച് ഈ ചിത്രകാരൻ മരിച്ചു പോവുകയും ചെയ്തു എന്നാണ്. പ്രതീക്ഷയാണ് ആ കുട്ടിക്ക് ജീവൻ പകർന്നത്. പ്രതീക്ഷയാണ് നമുക്കും ജീവൻ പകർന്നത്. ലവ് മെഡിസിൻ ആൻഡ് മിറാക്കിൾ എന്ന് പറഞ്ഞൊരു വളരെ പ്രസിദ്ധമായൊരു ഗ്രന്ഥമുണ്ട്. അതിൽ 2 തരത്തിലുള്ള ക്യാൻസർ രോഗികളെക്കുറിച്ച് ആ ഗ്രന്ഥകാരൻ പറയുന്നുണ്ട്. ഒരു തരത്തിലുള്ള രോഗികൾക്ക് തീരെ രോഗം ഉണ്ടാവില്ല, ചെറിയ രോഗം ഉണ്ടാവുള്ളൂ, ക്യാൻസർ അധികം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അവർ വല്ലാതെ മാനസികമായി തളർന്നു പോകും. വലിയ ഗുരുതരമായ രോഗമാണ് എന്നവർ വിചാരിക്കുന്നു. ഒരു പ്രതീക്ഷയുമില്ലാതെ അവർ സംസാരിക്കും. അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് കടുത്ത രോഗികളായി മാറുന്നു. എന്നാൽ വേറൊരു വിഭാഗം രോഗികളുണ്ട്, അവർക്ക് നല്ല അസുഖം ഉണ്ടാവും, പക്ഷെ അവർക്ക് നല്ല പ്രതീക്ഷയായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ കാലം ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നു. പ്രതീക്ഷയാണ് നമ്മൾ ജീവിപ്പിക്കുന്നത്. വരാനിരിക്കുന്നൊരു നല്ല കാലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ. വന്നതെല്ലാം ആ നല്ല കാലത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരുന്നു എന്ന പ്രതീക്ഷ. ഒന്ന് യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല എന്നുള്ളൊരു പ്രതീക്ഷ. നന്മ മാത്രമേ എൻ്റെ ജീവിതത്തിൽ അള്ളാഹു കരുതൂ എന്നൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷയോടുകൂടി മുന്നേറുമ്പോൾ